സൗഹൃദങ്ങളും ഒത്തുചേരലുകളും യാത്രകളുമായി പെരുന്നാൾ അവധി ആഘോഷിക്കുകയാണ് ഒമാനിലെ പ്രവാസി മലയാളികൾ. ബാച്ചിലർ താമസ കേന്ദ്രങ്ങളിലും ആഘോഷം കെങ്കേമമാണ്. വാരാന്ത്യങ്ങൾ ഉൾപ്പെടെ ഇത്തവണ 9 ദിവസത്തെ അവധിയാണ് ഒമാനിൽ ലഭിച്ചത്. ഇവിടെ ഈദിന്റെ ആഘോഷം ഒമാനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ വന്നിട്ട് ഞങ്ങളൊരു മൈലാഞ്ചിയുടെ ചടങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഈദാശംസകളും നേരുന്നു. അതോടൊപ്പം ഈ മൈലാഞ്ചിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. എന്റെ കൈകാരിട്ട് ഈദും ഓണവും ക്രിസ്മസുമെല്ലാം പ്രവാസികൾക്ക് സങ്കടങ്ങളും ഒറ്റപ്പെടലും മറന്ന് ആഘോഷിക്കാനുള്ള അവസരമാണ്. ഒരാഘോഷത്തിനും ജാതിയുടെയോ മതത്തിന്റെയോ ദേശത്തിന്റെയോ വേർതിരിവുകളില്ല. കുടുംബങ്ങൾക്കൊപ്പവും പ്രിയപ്പെട്ടവർ അടുത്തില്ലാത്തവർ കൂട്ടുകാർക്കൊപ്പവും എല്ലാം മറന്ന് ആഘോഷിക്കും. മൈലാഞ്ചി മഞ്ചും പുതുവസ്ത്രമണവും സ്നേഹസംഗമങ്ങളുമായാണ് പ്രവാസികളുടെ ആഘോഷം. ഒമാനിൽ കുട്ടികൾക്ക് ഈദി എന്നറിയപ്പെടുന്ന പെരുന്നാൾ കൈനീട്ടം നൽകുന്ന പതിവുണ്ട്. ഇതും കൂടിയാകുമ്പോൾ കുട്ടികളുടെ സന്തോഷം ഇരട്ടിയാകും. ബാച്ചിലർ താമസ കേന്ദ്രങ്ങളിൽ ബിരിയാണിയും പെരുന്നാൾ വിഭവങ്ങളും ഒരുക്കി പാട്ടും സൗഹൃദങ്ങളുമായിട്ടായിരുന്നു ആഘോഷം. ഉച്ചഭക്ഷണവും ഉച്ചമയക്കവും കഴിഞ്ഞായിരുന്നു യാത്രകൾ. പാർക്കിലും ബീച്ചിലും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം കുടുംബങ്ങളും കൂട്ടുകാരും ഒത്തുചേർന്നു. വാരാന്ത്യങ്ങൾ ഉൾപ്പെടെ ഇത്തവണ 9 ദിവസത്തെ അവധി ലഭിച്ചതോടെ ആഘോഷം ഈ ആഴ്ച മുഴുവൻ നീണ്ടു നിൽക്കും. മറ്റു GCC രാജ്യങ്ങളിലും വിദേശത്തും ആഘോഷത്തിന് പോയവർ വാരാന്ത്യത്തോടെ തിരിച്ചെത്തും. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.